കഴിഞ്ഞ വർഷം മാർച്ചിൽ ഗംഗോത്രി പോയി. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമാണ്. അവിടെയാണ് ഗോഡസ് ഗംഗ ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ കുറേ കടകളുണ്ട്. ആ കടകളിൽ നിറയെ വാട്ടർ ക്യാൻസാണ്, പല നിറത്തിലുള്ള പല അളവിലുള്ള ക്യാൻസാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഈ പുണ്യ നദിയിൽ നിന്ന് ഗംഗ എടുത്തുകൊണ്ട് പോരും. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കയറിയ ബസ്സിൽ എല്ലാവരുടെ കയ്യിൽ 2-3 വാട്ടർ ക്യാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരൊറ്റ ക്യാനും ഇല്ല. ഞാൻ വെള്ളം എടുത്തില്ല. എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കുകയാണ്. ഞാൻ എടുത്തില്ല, കാരണം എനിക്കതൊരു മിത്താണല്ലോ. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ലോധി പോയി. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെടുത്ത് അത്ഭുത നിററുകയുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് കണക്ഷൻ എടുത്തിട്ട് എല്ലാവർക്കും കുളിക്കാവുന്ന ഭാവത്തിൽ ബാത്റൂംസ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മൾ ക്യൂ നിൽക്കണം. ഇപ്പോൾ ഫുൾ ബോഡി വാഷ് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യണവർക്ക് ഡിപ്പ് ചെയ്യുക, അങ്ങനെ രീതിയിൽ കുടിക്കുന്നവർക്ക് കുടിക്കാം. അങ്ങനെ ഒരു വളരെ ആഘോഷമായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ ലൂർദിലെ അത്ഭുത വെള്ളം കൊണ്ടാണ് വന്നത്. പലർക്ക് സമ്മാനമായിട്ട് കൊടുത്ത ചെറിയ കുപ്പിയിൽ ലൂർദിലെ വെള്ളമാണ് കൊടുത്തത്. കാരണം എനിക്കതൊരു ഫെയ്ത്താണ്. ഇന്നത്തെ ഗോസ്പലിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലൊരു പൂളാണ്. ഒരു സൂപ്പർസിഷൻ്റെ പൂളാണത്. മാലാഖ വന്ന് വെള്ളം ഇളക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ സുഖപ്പെടും. അപ്പോൾ ആ ദേവാലയത്തിൽ അവരെങ്ങനെ അത് കീപ്പ് ചെയ്തിരുന്നു. 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു പറയാം. അപ്പോൾ ഭംഗിയായിട്ട് പോർട്ടിക്കൊക്കെ ചെയ്ത് കൽപ്പടകളൊക്കെ ചെയ്ത് ആളുകൾക്ക് എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്ത് ആ സ്ഥലം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ ഒരു മതത്തിൻ്റെ ദേവാലയത്തിനുള്ളിലൊരു സൂപ്പർസിഷൻ്റെ കുളം. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ഗോസ്പലിൻ്റെ കോൺട്രാസ്റ്റ് എന്താണെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് ലീഡേഴ്സിനും പുരോഹിതന്മാർക്കും ഈ വെള്ളം ഇളക്കുന്ന മാലാഖയ്ക്കും കഴിഞ്ഞ 38 വർഷമായിട്ട് അവിടെ രോഗിയായിട്ട് കിടന്നൊരു മനുഷ്യനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനൊരു മനുഷ്യനെ ഈശോ ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് സുഖപ്പെടുത്തുകയാണ്. നീ നിൻ്റെ കിടക്കെടുത്ത് നടക്കുക. അവൻ നടന്നു. അപ്പോൾ ഈ ഗോസ്പൽ എന്താ പറയുന്നത്? While religion is important to save, Jesus is mighty to save. നമ്മളെ സുഖപ്പെടുത്തുന്നത് ചില എക്സ്റ്റേണൽ കർമ്മങ്ങളൊന്നും അല്ലെന്നേ, റിച്വൽസൊന്നും അല്ല. നമ്മളെ സുഖപ്പെടുത്തുന്നത് ഈശോയുടെ ഒരൊറ്റ വാക്കാണ്. ആൻഡ് ഈസ് മൈറ്റി.